പാർലമെന്റിലെ പ്രതിഷേധത്തിന് പിന്നാലെ തെരുവിലും പ്രക്ഷോഭം ശക്തമാക്കി കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സഖ്യത്തിലെ എംപിമാർ ഗാന്ധി സ്മൃതിയിലേക്ക് മാർച്ച് നടത്തി. മോദി സർക്കാർ രാജ്യത്തെ ജനാധിപത്യം തകർക്കുകയാണെന്നും വിദ്യാർത്ഥികളുടെ പോരാട്ടത്തിനൊപ്പമാണ് കോൺഗ്രസ് എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. The opposition is not going to accept this. We are with the students. Is beating students. The opposition is not going to accept this. We are with the students. We have come here. Our leader Mahatma Gandhi was assassinated over here. Today, the Modi government is assassinating democracy in India. Is brutalizing students. Is beating students. The opposition is not going to accept this. We are with the students. Is beating students. The opposition is not going to accept this. We are with the students. We have come here. Our leader Mahatma Gandhi was assassinated over here. Today, the Modi government is assassinating democracy in India. Is brutalizing students. Is beating students. The opposition is not going to accept this. We are with the students. Is beating students. ജിഷ്ണു ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ജിഷ്ണു, രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേട്ടു. മഹാത്മാഗാന്ധി വെടിയേറ്റ് വീണ ആ ഗാന്ധി സ്മൃതിയിൽ തന്നെ ഈ സമരം എത്തുന്നു. ഈ ഒരു സമരത്തിൽ, അതായത് ഈ പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജീവൻ പൊലിഞ്ഞ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുത്തി ആത്മഹത്യ ചെയ്ത ആ വിദ്യാർത്ഥികളെ ഓർക്കുന്നതിന് വേണ്ടി പുതിയ സമര രീതിയിലേക്ക്, പുതിയ സമരമുഖമൊക്കെ തുറന്ന് കോൺഗ്രസും പ്രതിപക്ഷവും അടക്കമെത്തുന്നു. ഈ വിദ്യാർത്ഥികൾക്ക്, യുവജനതയ്ക്ക്, CJP അടക്കം, പേര് പറയാതെയാണെങ്കിലും അവർക്കടക്കം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിഷേധമുയർത്തിയതിന് പിറകെയാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തെരുവിലേക്കും പ്രതിപക്ഷം പ്രക്ഷോഭം ശക്തമാക്കുന്നത്. അതിൽ ഇന്ന് വൈകിട്ട് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ MP-മാരുടെ യോഗം ചേർന്നിരുന്നു. അതിന് പിറകെയാണ് ഇത്തരത്തിൽ ഗാന്ധി സ്മൃതിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. അവിടെ സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുള്ളത്, നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനാധിപത്യത്തെ തകർക്കുകയാണ്. ഈ മഹാത്മാഗാന്ധി വെടിയേറ്റ് വീണ കൊല്ലപ്പെട്ട മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യത്തെ തകർക്കാൻ അനുവദിക്കില്ല. ഒപ്പം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടെന്നും വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ഞങ്ങളെന്നും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നത് വരെ സമരം അവസാനിപ്പിക്കില്ല എന്ന പ്രഖ്യാപനവും രാഹുൽ ഈ ഗാന്ധി സ്മൃതിയിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. തീർച്ചയായും രാജ്യതലസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും പ്രതിഷേധം ശക്തമാകുമെന്ന വ്യക്തമായ സൂചനയാണ് ഇന്ന് ഗാന്ധി സ്മൃതിയിലേക്കുള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ മാർച്ച് കണ്ടത്. നേരത്തെയും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് രാഹുലും ഒപ്പം കോൺഗ്രസ് അംഗങ്ങളും, കോൺഗ്രസ് MP-മാരും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും കോൺഗ്രസിന്റെ പ്രവർത്തകരും മാത്രമായിരുന്നു മാർച്ച് നടത്തിയതെങ്കിൽ ഇന്ന് ഗാന്ധി സ്മൃതിയിലേക്കുള്ള മാർച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുഴുവൻ പ്രതിപക്ഷ MP-മാരെയും ഒപ്പം കോൺഗ്രസിന്റെ ഉൾപ്പെടെ മറ്റ് പാർട്ടികളുടെ, പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുഴുവൻ പ്രതിപക്ഷത്തെയും കൂടെ നിർത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഇത്തരത്തിൽ ഗാന്ധി സ്മൃതിയിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത്. ആ മാർച്ചിൽ പ്രഖ്യാപനം നടത്തിയത്, ഒന്ന്, നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിലെ ജനാധിപത്യത്തെ തകർക്കുന്നുവെന്നും ഞങ്ങൾ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് എന്നും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതുവരെ സമരം തുടരും എന്ന പ്രഖ്യാപനമാണ് ഏതായാലും രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് ഇരുവശവുമുള്ള റോഡുകൾ പോലീസ് നേരത്തെ ബാരിക്കേഡ് കെട്ടി അടച്ചിരുന്നു. ആ ബാരിക്കേഡ് തകർത്തുകൊണ്ടാണ് MP-മാരും പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ആ ഗാന്ധി സ്മൃതിയിലേക്ക് പോയിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ള മുഴുവൻ പ്രതിപക്ഷ MP-മാർ കൂടാതെ പ്രതിപക്ഷ നിരയിലെയും പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ ഈ മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഗാന്ധി സ്മൃതിയിൽ വെച്ച് വിദ്യാർത്ഥികൾക്കൊപ്പമാണ് തങ്ങളെന്ന പ്രഖ്യാപനമാണ് ഒരിക്കൽ കൂടി കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ഇന്ന് പാർലമെന്റിനകത്തും സമാനമായ നിലപാടെടുത്തുകൊണ്ട് ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തിയിരുന്നു.